വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 10ാം ക്ലാസ് തുല്യത പഠിതാക്കൾക്കുള്ള ക്ലാസ്സാണ്. നിങ്ങളുടെ ഹിന്ദിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ബൂഡാ കുത്ത എന്ന ഒരു ചാപ്റ്ററാണ് എടുക്കുന്നത്. ഇതിന് മുന്നേ പോതോങ്കി പീഡിയം എന്നുള്ള ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കാണുക. അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ബൂഡാ കുത്ത. ഈ ബൂഡാ കുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂഡ എന്ന് പറഞ്ഞാൽ വയസ്സായ, കുത്ത എന്ന് പറഞ്ഞാൽ നായാണ്. അപ്പോൾ ഇത് എഴുതിയ ആളെ പേര് നമുക്ക് നോക്കാം. രാമവൃക്ഷ ബേനിപുരിയാണ് ഇത് എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. രാമവൃക്ഷ ബേനിപുരി എഴുതിയ സംസ്മരണാത്മക നിബന്ധ ഏതാണെന്ന് ചോദിച്ചാൽ ബൂഡാ കുത്ത എന്ന് എഴുതുക. അതുപോലെ തന്നെ ബൂഡാ കുത്ത എന്ന ഒരു ഹെഡിങ് തന്നിട്ട് അതിൻ്റെ രചയിതാവ്, അത് എഴുതിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? രാമവൃക്ഷ ബേനിപുരി. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഇത് സംസ്മരണാത്മക നിബന്ധാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ് അല്ലേ. അപ്പോൾ ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമുക്കായാലും കുറേ ഓർമ്മകൾ കാണും. അതുപോലെയുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഇത്. ഞാൻ ചാപ്റ്റർ ഒന്ന് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ മീനിങ് അറിയാത്തതൊക്കെ ടെസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലൊക്കെ ആയിട്ട് എഴുതിയിട്ട് പഠിക്കുക. ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ ഇത് എന്താണ്? മനുഷ്യരെ താരതമ്യം ചെയ്തുകൊണ്ട്, മനുഷ്യരെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. എല്ലാവരും ബുക്കിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. बार बार दुखा रे जाने चाड़ो आए जाने पर भी जब यह कुत्ता बरामदे के बाहर अगले पैर गड़े कर और अपने पिछले भाग के ज़मीन से सड़ाकर बैठकर धीरे धीरे पूंछ हिलाता हुआ करुण सजल आंखें से मेरी ओर देखने लगते हैं तो समझ में नहीं आता क्या किया जाए. ബാർ ബാർ ദുഃഖാരെ ജാനെ. ബാർ ബാർ എന്നാൽ വീണ്ടും വീണ്ടും, ദുഃഖാരെ ശകാരം, വീണ്ടും വീണ്ടും ശകാരിച്ചിട്ടും, ചാടു ആയേ ജാനെ പർബി. ചാടു പറഞ്ഞാൽ ചൂലെടുത്ത് ഓടിച്ചിട്ടും, ജബ് യഹ് കുത്ത ബരാംദ് കെ ബാഹർ. ആ നായ എന്ത് ചെയ്തു? വരാന്തയുടെ പുറത്ത്, അകലെ പയർ മുൻകാല്, ഗഡേക്കർ നീട്ടിവെച്ച്, ഓർ അപ്പിനെ പിച്ചിലെ തൻ്റെ പിൻഭാഗത്തുള്ള, അപ്പിനെ പിച്ചിനെ ഭാഗോ തൻ്റെ പിൻഭാഗത്തുള്ള, ജമീൻ സെ സടാക്കർ നിലത്ത് വെച്ചുകൊണ്ട്, ബൈഠ്കർ ധീരെ ധീരെ, ധീരെ ധീരെ പറഞ്ഞാൽ സാവകാശം, ബൈഠ്കർ ഇരുന്നിട്ട്, ധീരെ ധീരെ സാവകാശം, പൂഞ്ച് പറഞ്ഞാൽ വാല്, പോംജി ഹിലാത്ത ഹുവ, പൂംജി ഹിലാത്ത ഹുവ വാല്, ധീരെ ബൈഠ്കർ ധീരെ പൂഞ്ചി ഹിലാത്ത ഹുവ ഇരുന്നു കൊണ്ട്, സാവകാശം വാല് ഇളക്കിക്കൊണ്ട്, കരുൺ സജൽ ആങ്കോം സെ. ആങ്കോ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. കരുൺ കരുണയോടെ, സജൽ വിനയം, ആങ്കോ പറഞ്ഞാൽ കണ്ണ്. അപ്പോൾ കരുൺ സജൽ ആങ്കോം സെ മേരി ഓർ ദേക്കിന ലഗ്താ ഹെ. കരുണയുള്ള വിനയത്തോടെയുള്ള കണ്ണുകൊണ്ട്, മേരി ഓർ ദേക്കിന ലഗ്താ ഹെ എന്നിങ്ങനെ നോക്കാൻ തുടങ്ങി. തോ സമജ് മേ നഹീ ആത്ത. അതായത് ഈ ലേഖകന് ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിലായില്ല, എന്താ ചെയ്യാന്ന് മനസ്സിലായില്ല. ബൂഡാ ഹോ ഗയാ ഹേ യഹ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? അത് വയസ്സായിരിക്കുന്നു. സമൂജി ദേഹമേ ഗൗരാ ലെ ഗയാ ഹേ. ദേഹ് പറഞ്ഞാൽ അതിൻ്റെ ശരീരം, ദേഹത്ത്, ഗൗര പറഞ്ഞാൽ ചൊറി, അപ്പോൾ അതിൻ്റെ ദേഹത്ത് മുഴുവൻ ചൊറി വന്നിരിക്കുന്നു. ജിസെ അപ്പിനേഹി പാംചോം സെ ഗരൗദ് ഗരൗദ് കർ ഇസ്നെ സാരെ ബദൻ മേ ഗാവ് കർ ലിയേ ഹേ. അതായത് ഗരൗദ് ഗരൗദ് പറഞ്ഞാൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അതിൻ്റെ ദേഹം മുഴുവനും എന്തായിരിക്കുന്നു? മുറിവ് വന്നിരിക്കുന്നു. ഈസ്കാ പേട് ബി ഖരാബ് ഹോ ഗയാ ഹേ. പേട് ബി ഖരാബ് ഹോ ഗയാ ഹേ. അതിൻ്റെ വയറ് മുഴുവൻ കേടുപറ്റിയിട്ടുണ്ട്. പേട് മീൻസ് വയറ്, ഖരാബ് പറഞ്ഞാൽ കേടുപറ്റുക. അതായത് ഇവിടെ വയറിളക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വയറാകെ
കേട് പറ്റിയിട്ടുണ്ട്. ആസ്പാസ് ഗന്ദ കർത്താ രഹ്താ ഹേ. ആസ്പാസ് പറഞ്ഞാൽ അടുത്ത്, ആസ്പാസ് ഗന്ദ കർത്താ രഹ്താ ഹേ അതിൻ്റെ അടുത്താകെ വൃത്തികേടാകിയിട്ടുണ്ട്. ശരീർ സേ ബദ്ബൂ നികൽത്തി രഹ്തി ഹേ. അതായത് ശരീർ പറഞ്ഞാൽ ശരീരം, ബദ്ബു ദുർഗന്ധം, നികൽത്തി പറഞ്ഞാൽ നികൽത്തി പറഞ്ഞാൽ പുറത്ത് വരിക, പുറപ്പെടുക. അപ്പോൾ ശരീരത്തിൽ നിന്നും ദുർഗന്ധം പുറപ്പെടുന്നുണ്ടായിരുന്നു. യേസിക്ക് ഉക്കുബായി ആജായേ. അത് കാരണം നമുക്ക് ഛർദി വരുമായിരുന്നു, ഛർദിക്കാൻ തോന്നുമായിരുന്നു. ഫിർ ബല ഇസേ കോൻ ബരാംദേ മേം ചഡ്നേ ദേ ഘർ മേം ആനേ ദേ. അതായത് ഈ കവി ചിന്തിക്കണേ, എന്നിട്ട് ആരാണ് ഇതിനെ ഈ വരാന്തയിലേക്ക് കയറാൻ അനുവദിച്ചത്, ഈ വീട്ടിലേക്ക് വരാൻ അനുവദിച്ചത് എന്ന്. ജ്യോം ഹി വഹ് ഈസ് ഓർ ബഡാക്കി ഹർമോ ദുക്കർ ഫഡ്കർ ബർസ്നെ ലഗ്തി ഹേ. അവസ്ഥയിൽ ആ നായ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, അതിനെ ശകാരിക്കുകയും ആട്ടാനൊക്കെ തുടങ്ങി. അങ്ങനെ ദേഹത്താകെ മുറിവുണ്ടായ ഒരു നായയെ കണ്ടാൽ നമ്മളായാലും എന്താ ചെയ്യുക, കല്ലെടുത്ത് എറിയും അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു നായ ഇങ്ങോട്ട് വന്നത്. തോബി യഹി നെഹി മാൻത. എന്നിട്ട് എന്ത് ചെയ്തില്ല, ഇത് അനുസരിച്ചില്ല, എത്ര ആട്ടിയിട്ടും അത് പോകാൻ ശ്രമിച്ചില്ല. ഫിർ തോ ഈസ് പർ ചാഡൂസേ. അതായത് ആളുകൾ എന്ത് ചെയ്തു, ചാഡൂസേ ചൂല് കൊണ്ട്, ചടീസെ എന്ന് പറഞ്ഞാൽ വടി കൊണ്ട്, ചടി പറഞ്ഞാൽ വടി, ഗഡാഊസെ പറഞ്ഞാൽ ചെരുപ്പാണ്. അപ്പോൾ തോല് കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ്. ജൂത്തോംസ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെരുപ്പ് കൊണ്ട്. ബീമാർ പഠനെ ലഗ്തി ഹേ. ഇതിനെന്താ ചെയ്തത്, അതുകൊണ്ടെല്ലാം ആളുകൾ അതിനെ അടിച്ചു. मार गाने पर भी यह तब तक मुड़ने का नाम नहीं लेता जब तक कि चोट असह्य नहीं हो जाती. എന്താണ്, എത്ര അടി കിട്ടിയിട്ടും അസഹ്യമായ വേദന സഹിച്ചു കൊണ്ട് അതങ്ങനെ ഓടാതെ അവിടെ തന്നെ ഇങ്ങനെ നിന്നു. കൂം കൂം കർത്താ യഹ് ബരാമദേ കെ നീച്ചെ ഉത്തർ ജാത്താ ഹെ കിന്തു വഹാം സേ ഭാഗ്നെ കാ നാം നഹി ലേത്താ. ആ നായ എന്താ ചെയ്ത്, കൂം കൂം എന്നുള്ള ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് വരാന്തയിലേക്ക് തന്നെ ഇങ്ങനെ പോയി. കിന്തു വഹാം സേ ഭാഗ്നെ കാ നാം നഹി ലേത്ത. എന്നിട്ടും അത് ഓടിപ്പോകാതെ ആ വരാന്തയിൽ തന്നെ ഇങ്ങനെ നിന്നു. വഹ് ബൈഠ് ജാത്താ ഹെ ഔർ ലഗ്താ ഹെ ഡുക്കുർ ഡുക്കുർ മേരാ മുഹ് ദേഖ്നെ. ആ കവി പറയാണ്, അതവിടെ ഇരുന്ന് കൊണ്ട് എന്നെങ്ങനെ ഒളിഞ്ഞു നോക്കണം. ഏക് മിത്രനെ കഹാ കുചലാഗില ദീജിയെ. മിത്ര മീൻസ് കൂട്ടുകാരനെ. ഒരു കൂട്ടുകാരൻ എന്താ പറഞ്ഞത്, ഒരു അടി കൊടുത്തിട്ട് അതിനെ കൊല്ലണമെന്ന് പറഞ്ഞു. एक बंदूकधारी मित्र बोले 50 पैसे भी न बर्बाद होंगे गोली से उड़ा देता हूँ. ബന്ദൂക്ക് പറഞ്ഞാൽ തോക്കാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ എന്താ പറഞ്ഞത് അറിയോ, അതിനെ തോക്ക് ഉപയോഗിച്ച് 50 പൈസ പോലും ചിലവ് വരാതെ അതിനെ ഞാൻ തോക്കുപയോഗിച്ച് കൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഒരു അവസ്ഥ, ഈ ഗതി എന്നൊരു അവസ്ഥ, മൗത്തറൽ മരണം, അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാളും നല്ലത് എന്താണ്, മരിക്കുകയാണ് നല്ലത് എന്ന് ചിന്തിച്ചു. കിന്തു ചാക്കർ ബി കബി മുഹ്സെ ഹാം നെഹി നിക്കൽ പാത്ത. അദ്ദേഹം പറയാണ്, അതിനോടുള്ള നായോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് കൊല്ലുന്നതാണ് ശരി എന്ന് പറയാനും തോന്നുന്നില്ല. बहुत दिनों से हमारे घर है, इसका जन्म कहाँ हुआ पता नहीं.
ബഹുത് ദിനോം സെ ഹമാരെ ഘർ ഹേ യഹ്. കുറേ ദിവസങ്ങളായിട്ട് ഈ നായ എന്താണ് ലേഖകൻ്റെ വീട്ടിലുണ്ട്. ഇസ്കാ ജന്മ കഹാം ഹുവാ പതാ നഹി. അതായത് അത് ജനിച്ചത് എവിടെയെന്ന് അദ്ദേഹത്തിന് ആ കവിക്ക് അറിയില്ലായിരുന്നു. ഇസ്കാ ബച്പൻ ബി കഹാം ബിതാ ഇസ്കി ബി ഖബർ നഹി. ഇസ്കാ ബച്പൻ ബി കഹാൻ ബിതാ. അതിൻ്റെ കുട്ടിക്കാലം എവിടെയായിരുന്നു എന്നും കവിക്ക് അറിയില്ലായിരുന്നു. ഇസ്കി ബി ഖബർ നഹി. അതിനെക്കുറിച്ചൊന്നും ഈ ലേഖകനെ അറിയില്ലായിരുന്നു. एक दिन गर्मी की दोपहरिया में एक मोटा ताज़ा पिल्ला मेरे घर में न जाने कब घुस आया और खाट के नीचे लेट गया. वह धक्कादा गर्मी से परेशान. एक दिन ഒരു ദിവസം ഗർമി കി ദുപഹരിയോമേ. ഗർമി പറഞ്ഞാൽ ചൂട്, ദുപഹരിയ പറഞ്ഞാൽ ഉച്ച സമയം. एक दिन गर्मी की दोपहरियों में एक मोटा ताज़ा पिल्ला मेरे घर में न जाने कब घुस आए और गाड़ के नीचे लेट गया. അതായത് ഉച്ച സമയത്തുള്ള ആ ഒരു ചൂടിൻ്റെ വെയിൽ ഒരു ഉച്ച സമയം ഉണ്ടല്ലോ, ആ ചൂടിൻ്റെ സമയത്ത് മോട്ടാ താജാ പില്ല മേരെ ഘർമേ, എൻ്റെ വീട്ടിലേക്ക് ഒരു തടിച്ചു കൊഴുത്ത ഒരു നായക്കുട്ടി കയറി വന്നു. എന്നിട്ട് എന്താ അത് ചെയ്തത്? ഓർ ഗാഡ് കെ നീച്ചെ ലേഡ് ഗയ, കട്ടിലിൻ്റെ ചുവട്ടിൽ പോയി കിടന്നു. വഹ് ദക്കാദ ഗർമി സെ പരേഷാൻ. ദക്ക മീൻസ് തളർന്നു, പരേഷാൻ പറഞ്ഞാൽ വിഷമിക്കുക, ഗാഡ് പറഞ്ഞാൽ കട്ടിൽ, ഡംഡ് പറഞ്ഞാൽ തണുപ്പ്, ജമീൻ പറഞ്ഞാൽ നിലം. ഗാഡ് കെ നീച്ചേക്ക് ഡംഡി ജമീൻ ഉസ്സെ സുഖത്തിലേക്ക്. അപ്പോൾ അതാകെ ഉച്ചക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ കട്ടിലിൻ്റെ ചുവട്ടിൽ നല്ല തണുപ്പുള്ള നിലത്ത് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്നു. വഹ് ചുപ്ചാപ്പ് ലേട്ടാ ഹുവ ജോരോം സെ ഹാഫ് രഹാത. ചുപ്ചാപ്പ് പറഞ്ഞാൽ നിശബ്ദം, ലേട്ടാ ഹുവ പറഞ്ഞാൽ താഴെ വെക്കുക. അതെന്താ ചെയ്തത്? നിശബ്ദമായിട്ട് ഇങ്ങനെ മിണ്ടാതെ കിടന്നു. चाय की दोपहरिया को ചപ്പക്കി ലേ രഹാദ. ഹാഫ് പറഞ്ഞാൽ കിതപ്പ്. അപ്പം ഹാഫ് രഹാദ, അപ്പോൾ അതിനിങ്ങനെ ഓടി വന്ന് കിടക്കുന്നത് കാരണം അതിനിങ്ങനെ കിതപ്പുണ്ടായിരുന്നു. അപ്പോൾ കട്ടിലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിതച്ചിങ്ങനെ കിടക്കായിരുന്നു. മേ ഗാഡ് പർ ചൈദിക്ക് തുപഹരിയാക്കി ചപ്പക്കേലി ലേ രഹാദ. അപ്പം ലേഖകനും ഉച്ച ഉറക്കത്തിലായിരുന്നു. एक समान ताल से निकलने वाली हाफने की आवाज़ से आंखों खुली. इधर उधर देखा कुछ नहीं. गाड़ के नीचे देखा तो सबसे पहली नज़र इसकी चमकती आंखों पर पड़ी. उस दिन भी इसकी आंखों में ऐसी ही सजलता और करुणा पाई थी. एक समान ताल से निकलने वाली ഹാഫിനെ की आवाज़ से आंखों खुली. അതായത് ഈ ലേഖകൻ്റെ കണ്ണ് തുറന്നിങ്ങനെ ഈ ഒരു ചെറിയ ഈ കട്ടിലിൻ്റെ ചോട്ടിലുള്ള ആ ഒരു നായക്കുട്ടിയുടെ ആ ഒരു സമാനമായിട്ടുള്ള ആ ഒരു കിതപ്പ് കാരണം ലേഖകൻ്റെ കണ്ണ് തുറന്നു. ഇധർ ഉദർ ദേക്ക. ഇധർ ഉദർ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ദേക്ക നോക്കി. ഇധർ ഉദർ ദേക്ക, അവിടേക്കും ഇവിടേക്കും നോക്കി. കുച്ച് നെഹി, ഒന്നും കണ്ടില്ല. ഗാഡ് കെ നീച്ചെ ദേക്ക തോ സബ്സെ പഹലി നസർ. ഗാഡ് കെ നീച്ചെ, കട്ടിലിൻ്റെ ചുവട്ടിൽ ദേക്ക നോക്കി. തോ സബ്സെ പഹലി നസർ ഇസ്കി ചമക്തി ആങ്കോം പർ പടി. അങ്ങനെ നോക്കിയപ്പോൾ കട്ടിലിനടിയിലേക്ക് നോക്കിയപ്പോൾ ആ ലേഖകൻ്റെ കണ്ണ് എവിടേക്കാണ് പോയത്? ആ തിളങ്ങുന്ന കണ്ണുകളിലേക്ക്, ആ നായക്കുട്ടിയുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്കാണ് നോക്കിയത്. ഉസ് ദിൻ ബി ഇസ്കി ആങ്കോ മേ യസി ഹി സജലത ഔർ കരുണ പായി തി. അതായത് ആ ലേഖകന് എങ്ങനെയാണ് തോന്നിയത്? കരുണമായിട്ടുള്ള ദയനീയമായിട്ടുള്ള നോട്ടമായിട്ടാണ് ആ നായക്കുട്ടിയുടെ നോട്ടം ലേഖകന് തോന്നിയത്. ഇസ്കാ ശരീർ ധുലി ദുസരിത. എന്തുണ്ടായിരുന്നു? ഇസ്കാ ശരീർ ധൂലി ദുസരിത, അതിൻ്റെ ശരീരത്തിലാകെ
പൊടിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇസ്കെ ബദൻ പർ ദാന്ത് കെ കൈ ദാഗ്തെ ജിൻസെ താസ ഗൂൻ ദബക്ക് രഹാദ. ദാന്ത് മീൻസ് പല്ല്, ദാഗ് എന്നുള്ള അടയാളം. അപ്പോൾ അതിന് ശരീരത്തിലാകെ പല്ലിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ജിൻസെ താസ ഗൂൺ തപക് രഹാദ. താസ ഗൂൺ തപക് രഹാദ പറഞ്ഞാൽ രക്തം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അതു കഹ്കർ ബുലായ. അതായത് അതു എന്ന് പറഞ്ഞാൽ അതിന് ഒരു പേരിട്ടതാണ് ലേഖകന്. അതു കഹ്കർ ബുലായ ഇസ്കി കരുണ ആങ്കോ ആനന്ദിസെ ചമകുടി. ലേഖകൻ അതിനെ അതു എന്ന പേര് വിളിച്ചപ്പോൾ ആ ഒരു നായക്കുട്ടിയുടെ കണ്ണ്, ആങ്കോ പറഞ്ഞാൽ കണ്ണിൽ ദയനീയമായി തിളങ്ങി. കിന്തു ബേചാരേക്ക് ഹിമ്മത്ത് നെയ്യ് ഹുയിക്ക് ബാഹർ ആയേ. കിന്തു മീൻസ് പക്ഷേ, ബേചാര മീൻസ് പാവം, ഹിമ്മത്ത് മീൻസ് ധൈര്യം. പക്ഷേ അതിന് പാവത്തിന് എന്തുണ്ടായില്ല? കട്ടിലിൻ്റെ ചോട്ടിൽ നിന്നും വരാനുള്ള ധൈര്യം ഉണ്ടായില്ല. മേം ജാക്കർ ദോട്ടാ ദഹി ബാത്ലെ ആയ ഔർ കാട്ട് കെ നീച്ചേ ഹി രേഖ് ദിയ. ലേഖകൻ എന്താ ചെയ്തേ? അതിന് പുറത്ത് വരാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ട് ലേഖകൻ എന്ത് ചെയ്തു? അതിന് ചോറെടുത്തിട്ട്, ഭക്ഷണം എടുത്തിട്ട് അതിൽ തൈര് ഒഴിച്ചിട്ട് കട്ടിലിനടിയിൽ കൊടുന്നു കൊടുത്തു. ദഹി ബാത്ത് പറഞ്ഞാൽ തൈര് ഒഴിച്ച ചോറ്. ഉസേഗാ കർ ഫിർ വഹ് ലേട്ട് ഗയ. നായക്കുട്ടി എന്ത് ചെയ്ത്? ആ ചോറ് കഴിച്ചുകൊണ്ട് വീണ്ടും അതിന് ചോട്ട് തന്നെ കിടന്നു. മേംബി ഗാഡ് പർ സോ ഗയ. അപ്പോൾ ലേഖകനും പിന്നെ കട്ടിൽ തന്നെ കയറി കിടന്നു. जब शाम की नींद टूटी और मैं गाँव की और निकला तो देखा यह मेरे पीछे पीछे लगा है. ഷാം മീൻസ് വൈകുന്നേരം, നീന്ത് മീൻസ് ഉറങ്ങുക, പീച്ചെ പീച്ചെ പറഞ്ഞാൽ പിന്നാലെ. ജബ് ഷാം കി നീന്ത് ഡ്യൂട്ടി ഓർ എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരമായപ്പോൾ ഉറക്കമുണർന്നു. മേഘാവിക്ക് ഓർ നിക്കലാത്തോ ദേക്ക. മേഘാവിക്ക് ഓർ നിക്കലാത്തോ ദേക്ക, ഞാൻ എന്ത് ചെയ്തു? ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. യഹ് മേരെ പീച്ചെ പീച്ചെ ലഗാ ഹെ. അപ്പം എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? എൻ്റെ പിന്നിൽ ആ നായക്കുട്ടി ഇങ്ങനെ വന്നു. अपनी दिक्कत सीमा के अंदर एक अपरिचित को देखकर गाँव के कुत्ते भौंकने लगे. ഭൗങ്കിന മീൻസ് കുരക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുവരേക്കും കാണാത്ത ആ ഒരു നായക്കുഞ്ഞിനെ കണ്ടപ്പോൾ മറ്റ് നായ്ക്കൾ എന്ത് ചെയ്തു? കുരക്കാൻ തുടങ്ങി. एक दो इसकी और टूटी भी जब वे दौड़ते यह मेरे പാമ്പും കെ ബീച്ച് ആ ചാത്ത. അതായത് അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ നായക്കുട്ടി എന്ത് ചെയ്തു? എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് വന്നു. മേം ഉനെ ദുഃഖാർ ദേത്ത. ദുഃഖാർ മീൻസ് ശകാരം. മേം ഉനെ ദുഃഖാർ ദേത്ത, ഞാൻ എന്ത് ചെയ്തു? അവരെ ശകാരിച്ചു. കിന്തു ധീരെ ധീരെ ഇസ്നെ കിസി പ്രകാർ ഉൻസെ ദോസ്ത് ഗാംഡ്ലി. എന്താണ്? ധീരെ ധീരെ സാവകാശം, പതുക്കെ പതുക്കെ എന്തായി? നായക്കുട്ടി അവരോട് സുഹൃത്തുക്കളായി അവർ. ഉന്മേം സെ ഏക് ഹോ ഗയ ഇസ്കാ വർണ്ണൻ കർക്കെ സമയെ ക്യോം ബർബാർ കരും. അപ്പോൾ എന്തായി? പിന്നീട് സാവകാശം അവരിങ്ങനെ സുഹൃത്തുക്കളായിട്ട് ആ നായയിൽ ഒരാളായിട്ട് ആ നായ മാറി. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ട് എന്താ എന്നാണ് പറയുന്നത്. വർണ്ണ മീൻസ് സ്വഭാവം. अच्छा भोजन घर भर का प्यार और सुरक्षा पाकर थोड़े ही दिनों में यह अच्छा गासा कुत्ता बन गया. ഭോജൻ മീൻസ് ഭക്ഷണം, പാക്കർ എന്ന് പറഞ്ഞാൽ ലഭിച്ചതിന് ശേഷം, ഗാസ മീൻസ് പ്രത്യേകം. അതായത് അച്ഛ ഭോജൻ നല്ല ഭക്ഷണവും, ഗർഭർ ക പ്യാർ വീട്ടിലുള്ളവരുടെ സ്നേഹവും, और सुरक्षा पाकर थोड़े ही दिनों में यह अच्छा गासा कुत्ता बन गया. സുരക്ഷ പാക്കർ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, തോടേഹി ദിനോമേ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ യഹ് അച്ഛ ഗാസ കുത്ത ബൻഗയ, അതെന്തായി? ഒരു നല്ലൊരു നായായിട്ട് മാറി. രോയൻ ചിക്കിനാഗയെ ബദൻ കെ ദാഗ് മിഡ്ഗയെ. രോയൻ എന്ന് പറഞ്ഞാൽ രോമം,
ചിക്കിന പറഞ്ഞാൽ മിനുസമുള്ള. അതെന്തായി? നല്ല രോമങ്ങളൊക്കെ നല്ല മിനുസമുള്ള രോമൊക്കെ ആയിട്ടുള്ള നല്ലൊരു പുഷ്ടിയായിട്ടുള്ള ഒരു നായക്കുട്ടിയായിട്ട് മാറി. ജിസെ കഭി സുരക്ഷ ചാഹിയേതി വഹി മേരെ ഘർ അങ്കൻ കാ പ്രഹരി ബൻ ഗയ. അതായത് സുരക്ഷ തേടി വന്ന ആ നായക്കുട്ടി ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് മാറി. ജോ കുത്തെ ഉസ് ദിൻ ഇസ് പർ ഭൗങ്കേ थे ഉन्होंने भी उसे सरदार मान लिया. ജോ കുത്തെ ഉസ് ദിൻ ഇസ് പർ ഭൗങ്കേ थे. ഏത് നായയായിരുന്നോ അവനെ കണ്ട് കുരച്ചിരുന്നത്? ഉനോനെ ബി ഉസേ സർദാർ മാൻ ലിയ. അവനെ കണ്ട് കുരച്ചിരുന്ന ആ നായകൾ പോലും ഇപ്പോൾ എന്താണ്, ഈ നായയെ കണ്ടിട്ട് ആ നായയെ യജമാനായിട്ട് കാണുകയാണ്. വാഹ് സങ്കോചശീൽ പിൽപില കിഷോർ അബി ഏക് പ്രഗൽഭ സബൽ യുവക് ഥാ. സങ്കോചശീൽ മീൻസ് മടി എന്നാണ്. അതായത് ആ സങ്കോചശീലനായ ആ ഒരു നായ ഇപ്പം എന്തായി മാറി? നല്ല കുട്ടിത്തൊക്കെ മാറിയിട്ടുള്ള ഒരു യുവാവായിട്ട് മാറി. യുവക്ത. ഗാവ് സെ ദൂർ ഹഡ്കർ ഗേത് മേങ്കർ ബൻവാലിയ. അദ്ദേഹം എന്താ ചെയ്തത്? ഗ്രാമത്തിൽ നിന്നും മാറിക്കാണ്ട് വയലിൽ ഒരു വീടുണ്ടാക്കി താമസിച്ചു. ഇത്തനെ പൈസെ കഹാം കി രാത് ഭർ പഹര ദേനെ കെ ലിയെ കോയി സംതരി രഖ് സക്കും ഓർ സ്വയം കഹാം തക്ക് ജാഗ ജായെ. അതായത് ലേഖകൻ്റെ കയ്യിൽ മറ്റൊരു കാവൽക്കാരനെ നിർത്താനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതല്ലാതെ തന്നെ അദ്ദേഹത്തിന് എന്താണ്, ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. സംതരി മീൻസ് കാവൽക്കാരൻ, പഹര കാവൽ, ഭരോസാദാത്തോ ഇസി കുത്തേക്ക. പിന്നെ അദ്ദേഹത്തിന് ആരെയായിരുന്നു വിശ്വാസം? ആ നായയിലായിരുന്നു വിശ്വാസം. ജോം ഹി ഹമാരി നീംദ് ലഗി ഇസ്നെ ഘർ കെ ആസ് പാസ് ചക്കർ ലഗാന ശുരു കിയ ഓർ ജ്യോതി ദോർ പർ കിസി കോ ദേഖായ ജരാ സി आहट पाई की लगा भौंकने. ജോം ഹി ഹമാരി നീന്ത് ലഗി. ഞങ്ങൾ ഉറങ്ങിയ ഉടനെ ഇസ്നെ ഘർ കെ ആസ് പാസ് ചക്കർ ലഗാന ശുരു കിയ. അതായത് ലേഖകന് പറയണേ, ഞങ്ങളൊന്ന് ശരിക്കൊന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഇസ്നെ ഘർ കെ ആസ് പാസ് ചക്കർ ലഗാ ശുരു കിയ. ഞങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ ഒന്ന് കാണാൻ പോയി. ഓർ ജോഹിം दूर पर किसी को देखाया जरा सी आहट पाई की लगा भौंकने. അപ്പോൾ ഈ നായ എന്താ ചെയ്യുക? അപരിചിതമായ സൗണ്ടുകളൊക്കെ, അപരിചിതമായ ഒരു നായയെ കണ്ടാലും ആരെ കണ്ടാലും ഈ നായ എന്താണ്, കുരക്കാൻ തുടങ്ങും. ഭൗंकना മീൻസ് കുരക്കുക. ജബ് തുരന്ത് നീന്ത് ലഗി ഹോ ഇസ്കാ ഭൗंकना കിതന ബുരാ ലഗ്താ. അതായത് നമ്മൾ നീണ്ട ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് ആ ഒരു നായയുടെ കുര കേൾക്കുമ്പോൾ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പ്രായ് ബാഹർ ആക്കർ ഇസെ ടംഡ്ത ടംഡ്നെ ബാർ ചുപ് ഹോ ജാത്ത. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇദ്ദേഹം എന്താ ചെയ്യുക? പുറത്ത് പോയിട്ട് ആ നായയെ ശകാരിക്കും. അപ്പം ആ ശകാരം കേട്ടാൽ ഈ നായ ചുപ് ഹോ ജാത്ത, അതായത് മിണ്ടാതെ ഇരിക്കും. നസദീഖ് ആക്കർ ബദൻ സൂഖ് ജാത്ത ജൈസെ ഇത്മിനാൻ ദിലാത്ത. അതായത് അദ്ദേഹം ശകാരിക്കുന്ന സമയത്ത് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നീട് ഈ നായ എന്ത് ചെയ്യുക? സ്നേഹം പ്രകടിപ്പിക്കും. ഇദ്ദേഹത്തെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കും. ജായെ ആപ്പ് നിശ്ചിത് സോയിയെ കിന്തു ഫിർ ജരാസി ഗഡ്പർ ഹുയി കി വഹി ഭൗंकना. ഭൗंकना മീൻസ് കുരക്കുക. കിന്തു എന്ന് പറഞ്ഞാൽ പക്ഷേ. അപ്പോൾ ആപ്പ് നിശ്ചിത് ചായയെ കിന്തു ഫിർ ജരാസി ഗഡ്പർ ഹുയി കി വഹി ഭൗंकना. അപ്പോൾ ഈ ലേഖകന് തോന്നണേ, അവിടെ ഈ നായ പറയുന്ന പോലെ തോന്നണം, ഇവിടെ ഒരു പ്രശ്നമില്ല, പോയി കിടന്നുറങ്ങിക്കോളൂ എന്നുള്ള ആ ഒരു തോന്നൽ വരും. പക്ഷേ എങ്കിലും ആ നായ വീണ്ടും കുരക്കാൻ തുടങ്ങി. ശബ്ദം കേൾക്കുമ്പോഴേക്കും ആ നായ എന്ത് ചെയ്യണ്ടേ? വീണ്ടും കുരക്കാണ്.
आप सोइए न सोइए यह कुत्ता ऐसा नहीं होने देगा कि आपके घर में कोई चोरी हो जाए. അപ്പോൾ ആ ലേഖകന് നായ പറയുന്നത് പോലെ തോന്നുന്നത് എന്താണ്? താങ്കൾക്ക് ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണ് കള്ളന്മാരൊക്കെ വന്നാൽ അവ മോഷ്ടിക്കുന്നത് നോക്കുന്നത് എൻ്റെ ഒരു കടമയല്ലേ എന്നൊക്കെ തോന്നുകയാണ്. और इसके बावजूद जो एक बार चोरी हो गई तो क्या उसमें इस कुत्ते का कोई कसूर है? ബാവജൂദ് പറഞ്ഞാൽ ഉണ്ടായിരുന്നിട്ടും, ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ, ചോരി പറഞ്ഞാൽ മോഷ്ടിക്കുക, കസൂർ മീൻസ് തെറ്റ്. ഒരു ദിവസം കള്ളൻ കയറുക തന്നെ ചെയ്താൽ ഈ നായയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ടാവുമോ? ഹമാരെ ഘർ മേം ഏക് വിദാഗിരി ഹോനെ വാലി തി. വിദാഗിരി മീൻസ് യാത്രയയപ്പ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു യാത്രയയപ്പ് ഉണ്ടായി. दिन भर धूमधाम रही, रात में बड़ी देर तक गाँव की स्त्रियां आती जाती रही. ധൂംധാം എന്ന് പറഞ്ഞാൽ ആരവം. അപ്പം ദിവസം മുഴുവനും അവിടെ നല്ല ബഹളമായിരുന്നു, ഒച്ചപ്പാടൊക്കെ. രാത് മേ ബഡി ദേർ തക് ഗാവ് കി സ്ത്രീയാം ആതി ജാതി രഹി. ഗാവ് മീൻസ് ഗ്രാമം, സ്ത്രീയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, രാത്ത് പറഞ്ഞാൽ രാത്രി. അപ്പോൾ രാത്രിയും പകലൊക്കെ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരുന്നു. ജബ് ഘർ കെ ലോഗ് സോനെ ഗയേ तो ऐसे सोए कि जैसे घोड़े बेचकर सोए हों और यह कुत्ता घर के सामने आकर गला फाड़ कर भागता रहा. जब घर के लोग सोने गए, അപ്പം വീട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പിന്നെ കിടന്നുറങ്ങുന്ന സമയമായി, കിടന്നുറങ്ങാൻ തുടങ്ങി. तो ऐसे सोए कि जैसे घोड़े बेचकर सोए हों. कि जैसे घोड़े बेचकर सोए हों. അതായത് നമ്മളൊരു ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണിച്ച ഉറക്കയിക്കാരല്ലേ, നമ്മൾ പറയും ആര് വന്ന് എന്ത് ചെയ്താലും അറിയില്ല എന്നുള്ള അങ്ങനെയുള്ള ഒരു നിദ്രമായിട്ടുള്ള ആ ഒരു ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കിനാണ് ഇങ്ങനെ അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഉറങ്ങായിരുന്നു. और यह कुत्ता घर के सामने आकर गला फाड़ कर भागता रहा. फाड़ कर എന്നാൽ കീറി മുറിക്കുക, അതായത് തൊണ്ട കീറി കൊരക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ കേട്ടോ. ബൗക്ത പറഞ്ഞാൽ കൊരക്കുക, അപ്പോൾ തൊണ്ട കീറിയിട്ട് കൊരക്കുക. അപ്പോൾ ഈ നായ എന്താണ് വീടിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ വീടിൻ്റെ മുന്നിലേക്ക് വന്നിങ്ങനെ കൊരക്കുകയാണ്, തൊണ്ട കീറി കൊരക്കുകയാണ്, അതായത് നല്ല ശബ്ദത്തോടെ കൊരക്കുകയാണ്. अचानक रानी की नींद टूटी और वे अपने कमरे से बाहर हुई. അചാനക് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് റാണി പറഞ്ഞാൽ അവിടുത്തെ റാണി എന്താണ് ഗാഢമായ ഉറക്കിൽ നിന്നും എണീറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. तो कुत्ता घर पीछे की और भागता हुआ दौड़ा. ദൗഡ മീൻസ് ഓടി. അപ്പം നായ എന്താ ചെയ്യണ്ടേ, കുരച്ചുകൊണ്ട് വീടിൻ്റെ പുറകിലേക്ക് ഓടി. ഉനേ കുച്ച് സന്ദേഹ് ഹുവ. അപ്പോൾ റാണിക്ക് എന്തോ സംശയം തോന്നി. വേ ലോഗോം കോ ജഗാനെ ലഗി. അപ്പം അതെന്താ ചെയ്തത്, ആളുകളൊക്കെ ഉണർത്തി. ഷോർ കർണേ ലഗി. അപ്പോൾ അത് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ജബ് രോഷ്നിക്ക് ഗയി ദേഖാ ഗയ. രോഷ്നി പറഞ്ഞാൽ പ്രകാശം. അപ്പം എന്താ ഇത് എല്ലാവരും ഇങ്ങനെ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി അല്ലേ. നമ്മൾ വീട്ടിലൊക്കെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആദ്യം പോയിട്ട് ലൈറ്റ് ഇടും. അപ്പോൾ ആളുകൾ ഈ കുര കേട്ടതിന് ശേഷം ലൈറ്റ് ഇട്ടു. ജബ് രോഷ്നി ഗയി ദേഖാ ഗയ. അപ്പോൾ അവർ ലൈറ്റ് ഇട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഗർമേം സേന്ത് ഹേ. എന്താണ് സേന്ത് പറഞ്ഞാൽ തുരങ്കം. അപ്പോൾ ആ വീട്ടിന് എന്താണ് ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. कुछ चीज़ें जली गई है किंतु इस कुत्ते ने ही बचा लिया. कुछ चीज़ें जली गई है. കുച്ച് മീൻസ് കുറച്ച്. അപ്പോൾ ആ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്. കിന്തു ഈസ് കുത്തേനെ ഹി ബച്ചാ ലിയ. പക്ഷേ കുറച്ച് സാധനങ്ങൾ അവിടെ നഷ്ടമായിട്ടുള്ളൂ. കാരണം എന്താണ്, കുത്തേനെ ഹി ബച്ചാ ലിയ,
അതായത് ഈ നായ ഉണ്ടായത് കൊണ്ടല്ലേ, ആ നായ അങ്ങനെ കുരച്ചത് കൊണ്ട് കള്ളന്മാർ എന്തായിരിക്കും ഓടിപ്പോയിട്ടുണ്ടാവും. നെഹീം തോ ഉസ് ദിൻ സർവനാശ് ഹി ഹോ ഗയാ ഹോത്ത. അതായത് സർവനാശം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നാശമായിട്ടുണ്ടാവും. അപ്പം അതിനൊക്കെ കാരണം ആരായിരുന്നു? നമ്മുടെ കുത്തയായിരുന്നു. ദിൻമേൻ ദേഖ ചോരോംനെ കൈ ബാർ കുത്തേ പർ ആക്രമൺ കിയാത. അപ്പോൾ പകൽ സമയത്ത് നോക്കിയപ്പോൾ എന്തായിരുന്നു? ആ നായയെ കള്ളന്മാർ നല്ലവണ്ണം ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നായ കുരച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ നായയെ കള്ളന്മാർ ആക്രമിച്ചിട്ടുണ്ടാകും. एक बरदा तो ऐसा लगा था कि कहीं मैं कतरिया न गया होता तो उस दिन इसका वारा न्यारी ही हो गया होता. അപ്പോൾ ഈ ലേഖകൻ എന്താ ചിന്തിക്കുന്നത്? നായ ശബ്ദം ഉണ്ടാക്കി കുരച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ കള്ളന്മാരുടെ ആക്രമണം കൊണ്ട് ഈ നായയുടെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുമായിരുന്നു. यह कुत्ता 2 ही दिनों में जाना गया था कि यद्यपि घर का मालिक मैं हूँ किंतु यहाँ तो राज्य जहांगीर का नहीं नूरजहां का है. അതായത് ഈ നായ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയൊരു കാര്യം എന്തായിരുന്നു? ഈ വീട്ടിലെ യജമാനന് ഈ ലേഖകനായിരുന്നു. പക്ഷേ ജഹാംഗീർ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളാരായിരുന്നു? അതിൻ്റെ ഭാര്യയായ നൂർജഹാനായിരുന്നു. अतः റാണി के പ്രതി സദാ ഹി ഇസ്കി അധിക് പ്രതി ഓർ ഭക്തി രഹി. അതുകൊണ്ട് തന്നെ ആരോടായിരുന്നു കൂടുതൽ ഭക്തിയൊക്കെ കാണിച്ചിരുന്നത്? ഈ റാണിയോടായിരുന്നു. ജബ് റാണി പാലക്കി पर अपने मैके गई यह उनकी पालकी के साथ साथ उनके मैके तक गया और जब तक वहाँ रही सदा उनके पलंग के नीचे ही सोता रहा. ജബ് റാണി പാലക്കി പർ അപ്നെ മൈക്കെ ഗയി. റാണി പല്ലക്കിൽ കയറി പോകുന്ന സമയത്ത് യഹ് ഉൻകി പാലക്കിക്ക് സാത്ത് സാത്ത് ഉൻകി മൈക്കി തകയ. അതായത് ഈ നായ എന്തായിരുന്നു? അതിന് പിന്നാലായിട്ട് ഇങ്ങനെ അതിന് കൂടെ പോകുമായിരുന്നു. ഓർ ജബ് തക് വഹാം രഹി സദാ ഉൻകെ പലങ്ക് കെ നീച്ചെ ഹി സോത്താ രഹ. അതായത് ഈ റാണി പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ റാണി അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് താമസിക്കുന്ന സമയത്ത് ഈ നായ എന്താ ചെയ്യുക? അതിൻ്റെ പല്ലക്കിൻ്റെ താഴായിട്ട്, അതായത് കട്ടിലിൻ്റെ താഴായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. മൈക്കേസെ ഉനേമേ കാർപ്പറിലെ ആയ. അതായത് മൈക്കേസെ ഉനേമേ കാർപ്പറിലെ ആയ. അപ്പോൾ ഈ ലേഖകൻ എന്തായിരുന്നു? ഈ ഭാര്യേനെ അതിൻ്റെ ലേഖകൻ്റെ കാറിൽ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഹംനെ ചാഹാക്കി ഇസേ കാർ പർ ബിഠാലെ കിന്തു ജോം ഹി കാർഗുലി. ഹംനെ ചാഹാക്കി ഇസേ കാർ പർ ബിഠാലേം. ഞങ്ങൾ കാറിൽ വരുന്ന സമയത്ത് കാറിൽ ഇരുത്താനൊക്കെ നായയെ കാറിൽ ഇരുത്താനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. കിന്തു പക്ഷേ ജോം ഹി കാർഗുലി. കിന്തു ജോം ഹി കാർഗുലി യഹ് ഘബറാക്കർ നീച്ചെ കൂട്ട്പട. അതായത് അവർക്ക് കാറിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആ കാറിൻ്റെ ഡോർ തുറക്കുന്ന സമയത്ത് അതെന്താണ്, താഴേക്ക് വീണു പോകും എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. അബ് ക്യാ കരേ, ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഉസേ ചോഡ്ന ന ചാത്തേത്. അതായത് അവർക്ക് അതിനെ ഉപേക്ഷിക്കാനാണെങ്കിൽ കഴിയൊന്നുമില്ല. അപ്പം ഇനി എന്താ ചെയ്യാന്ന് വിചാരിക്കണം. ഹാർക്കർ കാർ പർ ഹം ചലേ ആയേ. അതായത് അവർ കാറിൽ വരാൻ തീരുമാനിക്കുകയും യഹ് താക്കീദ് കർക്കെ കി സാമാൻ കെ സാത്ത് ജോ ബൈൽഗാഡി ആ രഹി ഹെ. അതായത് അവരെന്താ താക്കീത് ചെയ്തത്? ബൈൽഗാഡി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയുണ്ട്. ബൈൽഗാഡി പറഞ്ഞാൽ എന്താണ്? കാളവണ്ടിയാണ്. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ കാളവണ്ടിയിൽ കൊണ്ടുവന്ന സമയത്ത് എന്താ പറയുന്നത്? അപ്പോൾ ഈ കാളവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത് എന്തുകൂടെ അവർ താക്കീത് ചെയ്തു? ഈ ഒരു നായയും കൂടെ കൊണ്ടുവരണം എന്നവർ താക്കീത് ചെയ്തു. दूसरे दिन घर पर हम इसकी प्रतीक्षा में देखी यह छट से सामने आ खड़ा हुआ. അതായത് ഞങ്ങൾ അടുത്ത ദിവസം അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് അതാ സാമിനെ അത് മുന്നിൽ വന്നിരിക്കുന്നു. അരേ അരേ യഹിക്ക, എന്ത് സംഭവിച്ചു? സാരാ ശരീർ ധൂലി ദുസരിത് ഹേ.
ദുസരിത് മീൻസ് പൊടിപടലങ്ങൾ. സാരാ ശരീർ ധൂളി ദുസരിത്, അതിൻ്റെ ശരീരത്തിലാകെ പൊടി നിറഞ്ഞിരിക്കുന്നു. ശരീർ മേ കിതനെ ജഖ്മ് ഹെ, എൻ്റെ ശരീരത്തിലാകെ മുറിവ് സംഭവിച്ചിരിക്കുന്നു. ലഗ്താ ഹെ ജോം ഹി ഹമാരി കാർ ആങ്കോം സെ ഓച്ചൽ ഹുയി, അതായത് ഞങ്ങളുടെ കാറ് അതിൻ്റെ കണ്ണുമുന്നിൽ നിന്നും മറഞ്ഞ ആ സമയത്ത് യഹ് ബൈൽഗാഡി കി പ്രതീക്ഷ കിയെ ബഗരെ ബഗർ വഹാം സെ നിക്കല ഓർ രാസ്തേ ബർ അപ്പിനി बिरादरी के लोगों से लड़ता झगड़ता, उनके अनेक व्यूहों की वीर अभिमन्यु सा चेरता, रात में कहीं दौड़ा विश्राम कर बोर बोर यह हमारे यहाँ पहुँच गया. അതായത് ഞങ്ങളുടെ കാറ് അതിൻ്റെ കണ്ണ് മുന്നിൽ നിന്നും എപ്പോൾ മറഞ്ഞുവോ അപ്പോൾ അത് എന്താണ് ബൈൽഗാഡി കാളവണ്ടിയൊന്നും പ്രതീക്ഷിച്ച് നിൽക്കാതെ അപ്പോൾ തന്നെ യാത്ര തിരിച്ചിരിക്കുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് അതിൻ്റെ സമൂഹത്തെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് നായ്ക്കളുമായിട്ട് പൊരുതിയിട്ട് അങ്ങനെ മുറിവ് സംഭവിച്ചതാവാം. അങ്ങനെ രാത്രി വിശ്രമമൊക്കെ എടുത്തിട്ട് അത് വീട്ടിൽ എത്തി. റാണീനെ ഇസേ നഹലായ, റാണി അതിനെ കുളിപ്പിച്ചു. ഇസ്കെ ജഗ്മോം പർ മർഹം ലഘുവായ, ജഗ്മോ എന്ന് പറഞ്ഞാൽ മുറിവ്, മർഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഓയിൻമെൻറ്റ്. അപ്പം റാണി എന്ത് ചെയ്ത് അതിൻ്റെ മുറിവുകളിലൊക്കെ ഓയിൻമെൻറ്റ് പുരട്ടി. ഓർ ഫിർ യഹ് അപ്പിനി ഡ്യൂട്ടി പർ ഡണ്ട് ഗയ, അതിന് ശേഷം എന്താ ചെയ്തത് ആ നായ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. आप ही बताइए ऐसे स्वामी भक्त कर्तव्यपरायण साहसी जीव के साथ क्या ही व्यवहार करना उचित है जो हमारे मित्र बताते हैं. അതായത് ഇനി നിങ്ങൾ പറയൂ, ഇത്രയും സ്വാമിഭക്തനായ കർത്തവ്യപാരായണിയായ സാഹസിയായ ജീവിക്കെ സാത്ത് ക്യാ വഹി വ്യവഹാർ കർണ ഉചിത് ഹെ. അപ്പോൾ ഇത്രയും സാഹസിയായ ഒരു ജീവിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ്. അതായത് മിത്രമായിട്ടുള്ള അടുപ്പമായിട്ടുള്ള ഒരു ജീവിയോട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കിന്തു ജബ് ജബ് ഇസേ രൂപ് മേ ദേഖ്താ ഹൂം ചിത്ത് ഉത്തിഗ്ൻ ഹോ ജാതാ ഹൈ. इसकी हालत देखकर नहीं संसार की हालत पर और कुछ अपना भविष्य सोचकर भी. കിന്തു ജബ് ജബ് ഇസേ രൂപ് മേ ദേഖ്താ ഹൂം, പക്ഷേ നമ്മൾ എപ്പോഴാണോ ഇതിനെ ഈ രൂപത്തിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് എന്താണ് ഉദ്വേഗപ്പെടുന്നു. ഇസ്കി ഹാലത്ത് ദേക്കർ നെഹി സംസാർ കി ഹാലത്ത് പർ और कुछ अपना भविष्य सोच कर भी. എന്താണ് ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ടല്ല നമ്മുടെ ലോകത്തെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ നമ്മുടെ ഭാവിയെക്കുറിച്ചും ചിന്തിച്ചിട്ടുമാണ്. യഹ് കമ്പത്ത് ബൂഢാക്ക ക്യാ ചീസേ, ഈ വാർദ്ധക്യം വയസ്സാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് യഹ് ശരീർ ക്യോം ശരീർ സെ ഭക്തി ദീൻ ലെത്താ ഹെ, അതായത് നമ്മുടെ ശരീരത്തെ തട്ടിപ്പറിക്കുകയാണ്, നമ്മുടെ ശക്തിയെ ഇല്ലാതാക്കുകയാണോ. ജർജർ ക്ഷീൺ ബനാത്താ ഡാൽത്താ ഹെ, ജർജർ മീൻസ് ജീർണിച്ച, അതായത് ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷീണിതരാക്കുകയാണോ എന്നാണ് പറയുന്നത്. ജീവോം കാ അന്ത് ഇത്തിനാ ബുരാ ക്യോം ഹോത്താ ഹെ, അതായത് ജീവജാലങ്ങളുടെ അന്ത്യം